എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. വളരെ വിഷമിച്ചിരിക്കുന്ന ഒരാളോട് നമ്മൾ അവരുടെ മുഖം നോക്കിയിട്ട് നിനക്ക് എന്താ സങ്കടം, നീ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുമല്ലേ. ഇനി അവർ സങ്കടമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല അത് നിൻ്റെ മുഖത്ത് എഴുതി വെച്ചിരിക്കുന്നു എന്ന്. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഇറ്റ്സ് റിട്ടൺ ഓൾ ഓവർ യുവർ ഫേസ്. ഇറ്റ്സ് റിട്ടൺ ഓൾ ഓവർ യുവർ ഫേസ് എന്ന് പറഞ്ഞാൽ അത് നിൻ്റെ മുഖത്ത് എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, എന്തെങ്കിലും ഒരു പാർട്ടിയോ ഫങ്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും ചോദിക്കത്തില്ല ഞാൻ പാർട്ടിക്ക് എന്ത് ധരിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട് ഷാൽ ഐ വെയർ ടു ദ പാർട്ടി. വാട്ട് ഷാൽ ഐ വെയർ ടു ദ പാർട്ടി. വെയർ എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ വാട്ട് ഷാൽ ഐ വെയർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ധരിക്കണം എന്നാണ്. ടു ദ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക്. സോ പാർട്ടിക്ക് എന്ത് ധരിക്കണം എന്ന് ചോദിക്കാനാണ് വാട്ട് ഷാൽ ഐ വെയർ ടു ദ പാർട്ടി. ഇനി അടുത്തത്, എന്നെ നിർബന്ധിക്കരുത് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഡോണ്ട് കമ്പൽ മീ. ഡോണ്ട് കമ്പൽ മീ. കമ്പൽ എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക എന്നാണ്. സോ എന്നെ നിർബന്ധിക്കരുത് എന്ന് പറയാനാണ് ഡോണ്ട് കമ്പൽ മീ. ഇനി അടുത്ത സെൻറ്റൻസ്, ഞാൻ കുട്ടികളെ ഉറക്കാൻ കിടത്താൻ പോവുകയാണ് എന്ന് പറയണം. കുട്ടികളെ ഉറക്കാൻ കിടത്തുക എന്ന് പറയുന്നത് പുട്ട് ദ ചിൽഡ്രൻ ടു ബെഡ് എന്നാണ്. പുട്ട് ദ ചിൽഡ്രൻ ടു ബെഡ്. സോ ഞാൻ കുട്ടികളെ ഉറക്കാൻ കിടത്താൻ പോവുകയാണ് എന്നെങ്ങനെ പറയും? ഐ ആം ഗോയിങ് ടു പുട്ട് ദ ചിൽഡ്രൻ ടു ബെഡ്. ഐ ആം ഗോയിങ് ടു പുട്ട് ദ ചിൽഡ്രൻ ടു ബെഡ്. ഇനി അടുത്തത്, നീ എന്തുകൊണ്ടാണ് ഈ ചോദ്യം അവിടെ ഉന്നയിച്ചത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ചോദ്യം ഉന്നയിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് റേസ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയാം. സോ വൈ ഡിഡ് യു റേസ് ദിസ് ക്വസ്റ്റ്യൻ ദെയർ എന്ന് ചോദിച്ചാൽ നീ എന്തുകൊണ്ടാണ് ഈ ചോദ്യം അവിടെ ഉന്നയിച്ചത് എന്നാണ് മീനിങ്. അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ട് ഈ ചോദ്യം അവിടെ ഉന്നയിച്ചില്ല എന്നെങ്ങനെ ചോദിക്കും? അവിടെ വൈ ഡിഡിൻറ്റ് വരും. വൈ ഡിഡിൻറ്റ് യു റേസ് ദിസ് ക്വസ്റ്റ്യൻ ദർ. നീ എന്തുകൊണ്ട് ഈ ചോദ്യം അവിടെ ഉന്നയിച്ചില്ല? വൈ ഡിഡിൻറ്റ് യു റേസ് ദിസ് ക്വസ്റ്റ്യൻ ദർ. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു, അപ്പോൾ അതേ കാര്യം നിനക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതായത് നിനക്ക് അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഹാസ് ദിസ് എവർ ഹാപ്പൻ ടു യു. ഹാസ് ദിസ് എവർ ഹാപ്പൻ ടു യു എന്ന് പറഞ്ഞാൽ ഇത് നിനക്ക് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് മീനിങ്. ഇനി നമ്മളിങ്ങനെ പറയത്തില്ലേ, നിന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്ക്. അതെങ്ങനെ പറയും? എക്സ്പ്രസ് യുവർ ഫീലിങ്സ്. എക്സ്പ്രസ് യുവർ ഫീലിങ്സ്. എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ്. ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ വികാരങ്ങൾ. സോ നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക എന്ന് പറയാനാണ് എക്സ്പ്രസ് യുവർ ഫീലിങ്സ്. ഇനി അടുത്തത്, എനിക്ക് ചൂടുള്ള കാലാവസ്ഥ സഹിക്കാനാവില്ല എന്ന് പറയണം. നമുക്കറിയാം സഹിക്കുക എന്ന് പറയാൻ ടോളറേറ്റ് എന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫ്രേസൽ വേർബാണ് പുട്ട് അപ്പ് വിത്ത് എന്നുള്ളത്. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ഐ കാൺട്ട് പുട്ട് അപ്പ് വിത്ത് ദിസ് ഹോട്ട് വെതർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ചൂടുള്ള കാലാവസ്ഥ സഹിക്കാൻ ആവില്ല എന്നാണ്. ഐ കാൺട്ട് പുട്ട് അപ്പ് വിത്ത് ദിസ് ഹോട്ട് വെതർ. ഹോട്ട് വെതർ എന്ന് പറഞ്ഞാൽ ചൂടുള്ള കാലാവസ്ഥ. സോ എനിക്ക് ഈ ചൂടുള്ള കാലാവസ്ഥ സഹിക്കാനാവില്ല എന്നെങ്ങനെ പറയും? ഐ കാൺട്ട് പുട്ട് അപ്പ് വിത്ത് ദിസ് ഹോട്ട് വെതർ. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെ കൂടെയൊക്കെ ആയിരിക്കുമ്പം നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞ് ചിലപ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ലല്ലേ. പിന്നെ നമ്മൾ സമയം നോക്കുമ്പോഴായിരിക്കും അയ്യോ ഇത്രയും സമയമായോ എന്ന്. അപ്പം ഇങ്ങനെ സമയം പോകുന്നത് നമ്മൾ അറിയാതിരിക്കുക. അതിന് നമ്മൾ പറയുന്നത് ഐ ലോസ്റ്റ് ദ ട്രാക്ക് ഓഫ് ടൈം എന്നാണ്. ഐ ലോസ്റ്റ് ദ ട്രാക്ക് ഓഫ് ടൈം. അതായത് നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല എന്നുള്ളൊരു മീനിങ് ആണ്. അതേപോലെ തന്നെ നമുക്കിപ്പം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർ പോവാന്ന് പറയുമ്പോൾ നമ്മൾ പറയത്തില്ല കുറച്ചും നേരം കൂടെ നിൽക്ക് എന്ന് പറയത്തില്ലേ. അതെങ്ങനെയാണ് പറയുന്നത്? സ്റ്റേ ലിറ്റിൽ ലോങ്ങർ. സ്റ്റേ ലിറ്റിൽ ലോങ്ങർ. ലിറ്റിൽ ലോങ്ങർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി. അപ്പം കുറച്ചും കൂടി നേരം നിൽക്ക് എന്ന് പറയാനാണ് സ്റ്റേ ലിറ്റിൽ ലോങ്ങർ. ഇനി ആരെങ്കിലുമൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുമ്പം നമ്മൾ പറയത്തില്ലേ നീ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അതായത് ഒരു കാരണവുമില്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അതെങ്ങനെ പറയും? യു ആർ ടെൻസ്ഡ് ഫോർ നോ റീസൺ. യു ആർ ടെൻസ്ഡ് ഫോർ നോ റീസൺ. നോ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ എന്നുള്ള മീനിങ് ആണ്. സോ യു ആർ ടെൻസ്ഡ് ഫോർ നോ റീസൺ എന്ന് പറഞ്ഞാൽ നീ വെറുതെ ഒരു കാരണവും ഇല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്നുള്ള മീനിങ് ആണ്. യു ആർ ടെൻസ്ഡ് ഫോർ നോ റീസൺ. ഇനി അടുത്ത സെൻറ്റൻസ്,
ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ എല്ലാം വെറുതെയായി എന്ന് പറയണം. ശ്രമിക്കുക എന്ന് പറയാൻ ട്രൈ ആണെന്നറിയാം. അപ്പോൾ ഞാൻ ഒരുപാട് ശ്രമിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ ട്രൈഡ് എ ലോട്ട്. ഐ ട്രൈഡ് എ ലോട്ട്. പക്ഷേ എല്ലാം വെറുതെയായി എന്ന് പറയണം. വെറുതെയായി എന്ന് പറയാൻ ഓൾ ഇൻ വെയിൻ എന്ന് പറയാം. സോ ഐ ട്രൈഡ് എ ലോട്ട് ബട്ട് ഓൾ ഇൻ വെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ എല്ലാം വെറുതെയായി എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നമ്മൾ ഈ പാത്രം കഴുകുമ്പോഴോ അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കുമ്പോൾ ഇങ്ങനെ കൂട്ടി മുട്ടി ശബ്ദം കേൾക്കത്തില്ലേ? ഇങ്ങനെ ഉണ്ടാകുന്ന ആ ശബ്ദത്തിന് നമ്മൾ ക്ലാറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ പാത്രങ്ങളെ കൂട്ടിമുട്ടി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡോണ്ട് ക്ലാറ്റർ ദ ഡിഷസ്. ഡോണ്ട് ക്ലാറ്റർ ദ ഡിഷസ് എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ കൂട്ടിമുട്ടി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കരുത് എന്നാണ് മീനിങ്. ഡോണ്ട് ക്ലാറ്റർ ദ ഡിഷസ്. ഇനി അടുത്തത്, നമ്മൾ പറയത്തില്ലേ അവനെ ഒരു പാഠം പഠിപ്പിക്കണം. പാഠം പഠിപ്പിക്കണം എന്ന് പറയാൻ ടീച്ച് എ ലെസൺ എന്ന് പറയാം. അപ്പോൾ ഹി നീഡ്സ് ടു ബി ടോട്ട് എ ലെസൺ എന്ന് പറഞ്ഞാൽ അവനെ ഒരു പാഠം പഠിപ്പിക്കണം എന്നാണ്. ഹി നീഡ്സ് ടു ബി ടോട്ട് എ ലെസൺ. ടീച്ചിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ടോട്ട്. സോ അവനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് പറയാനാണ് ഹി നീഡ്സ് ടു ബി ടോട്ട് എ ലെസൺ. ഇനി അടുത്തത്, നമ്മളിപ്പം ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം സംസാരിക്കാൻ പോവാണ്. നമ്മൾ പറയത്തില്ലേ നിൻ്റെ സമയം അധികം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെങ്ങനെ പറയും? ഐ ഡോണ്ട് വോണ്ട് ടു ടേക്ക് അപ്പ് ടു മച്ച് ഓഫ് യുവർ ടൈം. ഐ ഡോണ്ട് വോണ്ട് ടു ടേക്ക് അപ്പ് ടു മച്ച് ഓഫ് യുവർ ടൈം. ടു മച്ച് ഓഫ് യുവർ ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുറേ സമയം എന്നുള്ള മീനിങ് ആണ്. ഐ ഡോണ്ട് വോണ്ട് ടു ടേക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള മീനിങ് ആണ്. ഐ ഡോണ്ട് വോണ്ട് ടു ടേക്ക് അപ്പ് ടു മച്ച് ഓഫ് യുവർ ടൈം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.